അനീസ് എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് തെറിയടക്കം അയക്കാൻ തുടങ്ങി. മടുത്തു എന്ന് പറഞ്ഞ് എനിക്കറിയാം. നിങ്ങളെല്ലാവരും കാത്തു നിന്ന് മടുത്തെന്ന്. സോറി, റിയലി സോറി. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അടുത്ത സൺഡേയോ അല്ലെങ്കിൽ മൺഡേയോ ഇടുള്ളൂ എന്ന്. കാരണം മറ്റൊന്നും ഉണ്ടല്ലോ, എനിക്ക് വയ്യായിരുന്നു, പല്ലുവേദനയായിരുന്നു. അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അത് മാറിയപ്പോൾ എനിക്ക് മാരേജ് ഉണ്ടായിരുന്നു, ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കയറി. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനതാ ഇപ്പോഴാണ് ഫ്രീ ആവുന്നത്. സോ ഞാൻ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. സോറി, നിങ്ങളെല്ലാവരും ഇത്രയും ദിവസം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. ഞാൻ ഇതുവരെ ഇത്രയും ലേറ്റ് ആയിട്ടില്ല. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്. സോറി കേട്ടോ, എല്ലാവരും എന്നോട് ക്ഷമിക്കണേ. പക്ഷെ പേടിക്കണ്ട, ഇനി അങ്ങോട്ട് ഞാൻ കൃത്യമായിട്ട് ഇടാൻ നോക്കാം. ഓക്കെ, ഞാൻ ശ്രമിക്കാം, എൻ്റെ മാക്സിമം ശ്രമിക്കാം. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലല്ല, എൻ്റെ ഉമ്മയുടെ വീട്ടിലാണ്. സോ ഇവിടെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. എഡിറ്റിങ് വിചാരിച്ചപ്പോൾ എഡിറ്റിങ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളെല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. കണ്ടില്ല നിങ്ങൾ, ഞാൻ ശരിക്കും പേടിച്ചു. എൻ്റെ മോള് വന്ന് എന്നെ പേടിപ്പിച്ചതാ. പോട്ടെ, എന്തായാലും നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഒത്തിരി വെയിറ്റ് ചെയ്താലും ഇനി ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല, പോകാം. ഇനി എന്തെങ്കിലും കാര്യം നീ എന്നോട് മറച്ചു വെക്കുമോ? ഇല്ല, ഓക്കെ, ഞാനിനി മറച്ചു വെക്കില്ല. ദെൻ ഗോ ടു യുവർ ക്ലാസ്, മറക്കണ്ട. ഓക്കെ, ഞാൻ ഡ്രസ്സൊന്ന് റെഡിയാക്കട്ടെ. നിൽക്കേ, ഞാൻ റെഡിയാക്കി തരാം. അടങ്ങി നിൽക്കേ. അങ്ങനെ കുക്കി ഡ്രസ്സൊക്കെ റെഡിയാക്കി കൊടുത്ത് അങ്ങനെ അവർ ക്ലാസ്സിലേക്ക് തിരിച്ചു പോയി. കുക്കി സ്റ്റാഫ് റൂമിലേക്കും. ദേ നോക്കടാ, ദേ വരുന്നുണ്ട്. ഞാൻ കണ്ടു. ഏതായാലും അവൻ്റെ ആ വരവ് കണ്ടാലറിയാം അവന് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന്. ശരിയാ, പക്ഷേ എനിക്ക് ഇതിലും സന്തോഷമായത് ആ ഇൻവോക്ക് കിട്ടേണ്ടതെല്ലാം അവന് കിട്ടിയല്ലോ. അവൻ പറയുന്നത് കേൾക്കണമായിരുന്നു. എനിക്ക് വയ്യ. ശരിയാടാ, നീ പറഞ്ഞ ഡബിള് ശരിയാ. അവന് കിട്ടേണ്ടതെല്ലാം കിട്ടിയപ്പം അവൻ പറയുന്നത് കേട്ടില്ലേ. എനിക്കതൊരു വീഡിയോ എടുത്ത് വെക്കാൻ തോന്നിയിരുന്നു. പക്ഷേ ആ സമയത്ത് അതങ്ങ് ആസ്വദിച്ച് കണ്ടുപോയി. എന്താണ് ഇത്ര ചിരിച്ച് കളിച്ച് പറയാൻ? എന്നോടും കൂടെ പറ, ഞാനും കൂടി ചിരിക്കട്ടെ എന്ന്. അത് പിന്നെ നിനക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടാ വരുന്നേന്ന്. ഷോർട്ടി ഷട്ടപ്പ്. ഓ ഷോർട്ടി ആരടാ നിന്റെ ഷോർട്ടി? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ആ ജങ്കൊക്കെ വിളിക്കുന്ന പോലെ എന്നെ വിളിച്ചാലുണ്ടല്ലോ. ഷോ, എന്റെ ചിമ്മിക്കുട്ട ദേഷ്യപ്പെടുന്നു. എന്ത് രസം കാണാൻ. അയ്യോ ശരിയാ. സേർ വരുന്നുണ്ട്, ഇരുന്നേ, നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാം. ഇനി അടുത്ത അതിനായിരിക്കും എനിക്ക് പുറത്തായിരിക്കും. ഡാ ജിമ്മി, നീ എങ്ങനെയാടാ പോന്നെ? ഞാൻ ഡ്രോപ്പ് ചെയ്ത് തരട്ടെ? ഇല്ലടാ, ഷുഗർചാൻ വരും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ പൊയ്ക്കും, ഞാൻ ഷുഗർചാൻ്റെ കൂടെ. ഷോ, നമ്മുടെ ചെക്കന് നാണം വരുന്നല്ലോ. പോടാ, നിന്നെ ഉണ്ടല്ലോ. ചിമ്മിക്കുട്ട, ആരാണാ വരുന്നേ നോക്കിയേ. ആര്? ഷുഗർചായ അല്ല, ഷുഗർചായ നേരത്തെ ആണല്ലോ. ഇതിപ്പോ എന്താ? ഒരാള് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അത് പിന്നെ എനിക്ക് അറിയില്ലേ. ഞാൻ ലേറ്റായോ? ഞാനെത്തി. ഏട്ടാ, നമുക്ക് പോയാലോ? എനിക്ക് നമുക്ക് പോവാം. ഷുഗർചായ, അയ്യോ ഷുഗർചാൻ എന്താ പറയാത്ത? പറ പ്ലീസ്. ചിമ്മി, നമുക്ക് പോകാം. പിന്നെ ഹോബി, നീ ഫ്രീ ആണോ? പിന്നല്ലാതെ, ഞാനിന്ന് ഫുള്ള് ഫ്രീയാ. ഇന്ന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഇന്ന് ഫ്രീയാ. ദാറ്റ്സ് ഗുഡ്. അത് പിന്നെ ഇന്നിപ്പോൾ എനിക്കൊരു ഫ്രീ കിട്ടിയതാണ്. സോ ഞാൻ ചിമ്മിയും കൊണ്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതിയിരിക്കുക. അതുകൊണ്ട് താൻ യോങ്കി ഒന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യോ? പറ്റുവാണെങ്കിൽ മതി. മനസ്സിലിട്ട് പൊട്ടി. എനിക്ക് വയ്യ. അതിനെന്താ ശുഭച്ച, ഞാനാക്കി കൊടുത്തോളാം, നോ പ്രോബ്ലം. നിങ്ങൾ പോയി ഔട്ടിങ്ങൊക്കെ പോയി പൊളിച്ചിട്ട് വാ. ഓഹോ, അപ്പോൾ ഇതാണല്ലേ നിന്റെ സ്കോപ്പ്. ഇപ്പോഴാണ് കാര്യം പിടികിട്ടി. ഓക്കെ ഗൈസ്, എന്നാൽ ശരി, നാളെ കാണാം, ബൈ. അങ്ങനെ ജിമ്മിനും ഷുഗർചാനും ഔട്ടിങ്ങിനെ പോയി. ഹോബി യോഗിയെ കൊണ്ടും പോയി. പിന്നുള്ളത് ചേക്സ്.
എന്നാ പിന്നെ അടിയൻ അങ്ങോട്ട്. ആ ഓക്കെ, അടിയൻ അങ്ങ് പോയാലോ. ഞാൻ ഇപ്പൊ വരാവേ, എനിക്കൊരു കോള് വരുന്നുണ്ട്. ആ ഓക്കെ ഓക്കെ, ഞാൻ ഞാൻ വാഷ്റൂം പോയിട്ട് വരാം അപ്പോഴത്തേന്. ബേബി, എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. അതിനെന്താ കുക്കി ഇത്ര ചോദിക്കാൻ? എന്താ കാര്യം അത് പറ. ബേബി, പപ്പയും അമ്മയും നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നാളെ നമ്മൾ കോളേജിലേക്ക് പോകുന്നില്ല. പപ്പയും അമ്മയോ? അവർക്ക് നിന്നെ എന്താ? ഒന്നുമില്ല. അവർ നിന്നെ കാണാൻ വരുന്നു, അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഒന്നുമില്ല. അവർക്ക് നിന്നെ കുറിച്ച് എല്ലാം അറിയാം. അത് കുക്കി, പപ്പക്കും അമ്മക്കും എന്നെ ഇഷ്ടമാവോ? പിന്നല്ലാതെ നീ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടണ്ട. എൻ്റെ എൻജീനെ എല്ലാവർക്കും ഇഷ്ടമാണ്. യുമൈ എൻജ. ഐ ഹോപ്പ് ദാറ്റ്. എൻ്റെ ബേബി ബോയ് കൂടുതലൊന്നും ആലോചിക്കേണ്ട. നീങ്ങും വന്നേ. ആ കുക്കി, എന്തോ ഇത് എന്നെ താഴെ വെച്ച്? നോ നോട്ട് നോ, ഞാൻ നിന്നെ താഴെ വെക്കാനല്ല എടുത്ത്. ആ എന്തോന്നാ? ഏഞ്ചൽ, നമുക്ക് ഒരു റോങ് ഫണ്ടിലേക്ക് പോയാലോ? എന്താ? നോ 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 നോ, ഞാൻ സമ്മതിക്കില്ല. എനിക്ക് സമ്മതമല്ല. അതെന്താ ഏഞ്ചൽ നീ റെഡിയാവാത്ത? നിന്നെ ഞാൻ റെഡിയാക്കിക്കോളാന്നേ. നോ, ഇന്നത്തത് കോളേജിൽ വെച്ച് കഴിഞ്ഞു. എന്ത് കഴിഞ്ഞൊന്നും? ഒന്നും കഴിഞ്ഞില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. കോളേജിൽ വെച്ചെന്ന് പറഞ്ഞാൽ അത് നിന്റെ കാൽഭാഗം പോലും എത്തിയില്ല. തലക്കാലത്തിന് എൻ്റെ ബേബി ബണ്ണി വന്ന് എൻ്റെ അടുത്ത് കിടക്ക്, ഞാനൊന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങട്ടെ. ഇന്ന് മൊത്തം കാര്യത്തിന് അതെല്ലാം മാറ്റി വെക്ക. മാറ്റി വയ്ക്കാനോ? നോ നോ നോ, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്. സോ എനിക്ക് വേണമെന്നല്ലേ ഉള്ളൂ. അത് മാത്രം എനിക്ക് തരില്ല, പക്ഷെ ഞാൻ വേറൊന്ന് തരാം. Why are you stopping it? It's enough, my cookie. ഇത് മതി, ഇന്നത്തേക്ക് ഇത് മതി. Angel, no, I can't. Please, please. Yes, you can, baby. Cookie, come. നമുക്ക് ഉറങ്ങാം. Please, കട്ടിൽ. അതും പറഞ്ഞ് കുക്കിയെ പറ്റിലേക്ക് എടുത്ത് നമ്മുടെ കുക്കിയുടെ നെഞ്ചിൽ ചാഞ്ഞ് കിടന്നു. എന്നാലും എൻ്റെ ഇതെന്നോട് വേണ്ടായിരുന്നു. I can't. I'm so hot, baby. Please. No, no, no. No, sleep. Okay. ഇനിയൊന്നും സംസാരിക്കുന്നു. Let's cut it. Please. കിടന്ന്. Okay. Fine. ഉറങ്ങ. Baby, my angel, my babe. Wake up, baby. It's morning. Wake up and give me my morning kiss. ഇത്ര പെട്ടെന്ന് രാവിലായോ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ. കുക്കി, പ്ലീസ് 5 minutes more. No, my baby boy. Let's wake up. Please, please. Wake up. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ മോർണിംഗ് കിസും തന്നെ വേഗം വന്ന് മോർണിംഗ് റൂട്ടീനൊക്കെ വേഗം വന്നേ. വേഗം. ഞാൻ അങ്ങോട്ട് വന്നാൽ വെറുതെ ആവില്ല കേട്ടോ, ഞാൻ ആദ്യം പറഞ്ഞേക്കാം. വേണ്ട, ഞാൻ ഈറ്റു, ഇങ്ങോട്ട് വരണ്ട. ഗുഡ് ബോയ്. അപ്പോൾ എൻ്റെ ബേബി എണീച്ചില്ലേ? ഇനി എനിക്ക് എൻ്റെ മോർണിംഗ് കിസ് എത്താം, എന്നിട്ട് ഫ്രഷ് ആയിട്ട് വാ. ഓ കുക്കി, ഇത് മാത്രമേ ഉള്ളൂ ചിന്തയില്ല. യെസ് മൈ ഏഞ്ചൽ, സോ ഡോണ്ട് ടോക്ക് ടു മച്ച്. കിസ് മീ നൗ, കിസ് മീ.
ആ ഓക്കെ ഓക്കെ കം ഹിയർ. അയ്യടാ ഇത് മതി, ഇതാ ഞാൻ തരാൻ പഠിക്കുന്നത്. ഇതൊന്നിലൊന്നും ഒതുങ്ങില്ല. മാറി നിൽക്കും അങ്ങോട്ട്, ഞാൻ പോട്ടെ. അതും പറഞ്ഞ് കുക്കിയെ തള്ളിയിട്ട് ബാത്റൂമിലേക്ക് ഓടിപ്പോയി. Then ഇന്ന് കുക്കിയുടെ പാരൻസ് വരുമെന്ന് പറഞ്ഞതുകൊണ്ട് അവരിന്ന് കോളേജിൽ പോയിട്ടില്ല. സോ അവരെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ഡോറിൻ്റെ ബെല്ലടി കേട്ട് നമ്മുടെ കുക്കി പോയിട്ട് ഡോർ തുറന്നു കൊടുത്തു. അപ്പോൾ നമ്മുടെ വാഷ്റൂമിലായിരുന്നു. പപ്പ മമ്മ നിങ്ങൾ വന്നോ? വാ കേറിയിരിക്കും. ആ അതെല്ലോ, അപ്പോ എന്റെ മോൻ ഞങ്ങളെ കാത്തിരിക്കായിരുന്നു സാരം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? അവന്റെ മുഖം കണ്ടല്ലോ അറിയില്ല അവൻ നമ്മളെ വെയിറ്റ് ചെയ്യാറുണ്ടെന്ന്. അത് പിന്നെ ചോദിക്കാനുണ്ട് മമ്മ. സത്യം ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യായിരുന്നു. നിങ്ങൾ എന്താ വരാത്തെന്ന് കരുതിയിരിക്കുക. നിങ്ങൾ ഇരിക്കേ. നീ അങ്ങോട്ട് മാറി നിന്ന്, എനിക്ക് നിന്നൊന്നും വേണ്ട. എന്റെ മരുമോനോടെ ഞാൻ അവനെ കാണാൻ വന്നേ. മാറി നിക്കടി. ആഹാ ഇത് നല്ല കഥ. ഇങ്ങനെ പോയാ അവനെ കിട്ടിയ പിന്നെ എന്നെ വേണ്ടില്ലായിരിക്കുമല്ലോ. അത് നീ കൂടുതൽ പറയൊന്നും വേണ്ട, അതെപ്പോഴോ തീരുമാനിച്ചതാ. നീ അങ്ങ് മാറിന്നേ. എവിടെ അവനെ? എന്റെ പൊന്നമ്മ എന്തിനു തിരക്കൂട്ടുന്നേ? അവൻ ഇപ്പൊ വരും. അവൻ വാഷ്റൂമിൽ കയറിയതായിരുന്നു. ഇപ്പൊ വരാൻ മതിയോ? കുക്കി ആരാ ഇവിടെ വന്നേ? എന്റെ ദൈവമേ, എന്നാ ക്യൂട്ടാ കാണാൻ. അങ്കിൾ നിങ്ങളായിരുന്നോ? അത് പിന്നെ നീ പറയാനുണ്ട് ചീനി. എന്റെ മോന് സെലക്ഷൻ അല്ലേ, അത് ചുമ്മാതാവൊന്നുമില്ല. അത് ശരിയാ, എന്റെ മോന്റെ സെലക്ഷൻ അല്ലേ, കൊള്ളാതാവില്ലെന്ന് എനിക്ക് ആദ്യം അറിയാം. നിങ്ങളായിരുന്നെങ്കിലാ. എന്റെ പൊന്നു ചീനി, നീ അതും കൂടെ എന്റെ മേക്കിട്ടിട്ടില്ലേ? സത്യം പറഞ്ഞ ജോണിനും ജീനിക്കും നമ്മുടെ തേങ്ങ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവര് ഒരുപാട് സമയം സംസാരിച്ചു. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം. അതിനിടയിൽ അല്ല മോനെ, എന്താ നിന്റെ ഉദ്ദേശം? ഇനിയെങ്കിലും എന്റെ മോനെ മരുമോനാക്കി തരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അത് പിന്നെ പറയാനുണ്ട് പപ്പ. ഇനി അത് നീട്ടി വെക്കാനും ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന്. പിന്നെ ഇപ്പം ഇനി കോളേജിൽ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിയട്ടെ, ഒരാഴ്ച അത് മതി. ഒരാഴ്ചയോ? അതെന്തിനാ? അല്ല, നിനക്ക് ഒരുപാട് പ്രോഗ്രാം ഉണ്ടോ കോളേജിൽ? ആമാ, എനിക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതുപോലെ തേക്കുണ്ട്. എന്നാ ഓക്കെ, ഇനി കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ പ്രോഗ്രാമിൽ കോൺസെൻട്രേഷൻ ചെയ്തോക്കോ. ഓക്കെ? താങ്ക് യു ആൻറ്റി. നീ എന്താണ് എന്നെ വിളിച്ച്? ഒരു കാര്യം പറഞ്ഞേക്കാം. ഇനി മുതൽ എന്നെ ആൻറ്റി എന്നൊക്കെ വിളിച്ചാലുണ്ടല്ലോ, ഇതൊന്നും ആയിരിക്കില്ല എൻ്റെ നിന്ന് കിട്ടുന്നേ. ആദ്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് കുക്കി വിളിക്കുന്ന പോലെ എന്നെ അമ്മ ഒന്ന് വിളിച്ചോ. മനസ്സിലായല്ലോ? അമ്മ അതാണ് എന്റെ ചീനി. അപ്പോ മനസ്സിലായല്ലോ? അവളെ മാത്രല്ല, എന്നെ നീ ഡാഡിന്നോ പപ്പാന്നോ എന്ത് വേണേ വിളിച്ചോ. പക്ഷെ നോ കോൾ മീ അങ്കിൾ. ഓക്കെ? ശരി പപ്പ. ദാറ്റ്സ് മൈ ബോയ്. No, he's not your. He's mine. What? No. He's mine. No way. He's mine. അല്ല ഇതിപ്പോ എന്താ ഇവിടെ നടക്കുന്നേ? പപ്പ ഇതെന്താ? എനിക്കറിയില്ലത് എന്താ സംഭവം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നോട്, അവൻ എന്റെയാ, എന്റെ മോനാ. മമ്മ ഞാൻ ആദ്യം പറഞ്ഞേക്കാം, അവൻ എന്റേതാ. ഇനി എന്നോട് പറയിപ്പിക്കരുത്. എന്റെ പുണ്യാളാ, ഇത് എന്തൊക്കെയാ ഇത്? എന്റെ പൊന്നു ചീനി, കുക്കി ഒന്നും ഇടാതിരുന്ന് സമ്മതിച്ചു. അവൻ നിങ്ങളത് മാത്രല്ല എന്റേതും കൂടെ. അതുകൊണ്ട് എല്ലാവരുടെയും. സത്യം എന്ത് കുക്കി ഇത്? പിള്ളേരെ പോലെ കളിക്കുന്നേ. അതെ അങ്ങനെ തന്നെയാ, പ്രത്യേകിച്ച് നിന്റെ കാര്യത്തിൽ. എന്റെ ദൈവം, ഇത് ഇന്നൊന്നും തോന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇതങ്ങ് പോയിക്കോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, അങ്ങ് ആ കോളേജിലെ നമ്മുടെ പരിപാടിയിലേക്ക് പോകാം. എന്താ? അതാവുമ്പോ അത് വേഗം കഴിയണ്ടേ? എന്നിട്ട് നമുക്ക് നമ്മുടെ കുക്കിയുടെ കല്യാണത്തിന് കൂടണ്ടേ? സോ നമുക്ക് പോകാം അങ്ങ് ഫ്രഷേഴ്സ് ഡേക്ക്. ഓക്കെ? ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ പ്രോഗ്രാം തുടങ്ങാനായി. എന്താണ് ഇനി ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കണം?
നമുക്ക് തുടങ്ങിയാലോ? അടുത്തതായി സ്റ്റേജിലേക്ക് പാർക്ക് ചിമ്മി. ചിമ്മി എന്തീ നോക്കി നിൽക്കുന്നേ? വേഗം പോടാ. തേത്തേ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടാ. എന്തിനു പേടി? അതിന് നീ ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ കയറാൻ പോകുന്നേ. ഇത് എത്ര പ്രാവശ്യമായാലും എന്തിനാടാ പേടിക്കുന്നേ? ഡാ, അത് ശരിയാ. പക്ഷേ സാധാരണ പോലെ അല്ലല്ലോ ഇത്. സുഖച്ചാനില്ലടാ അവിടെ. ഓ, അതാണ് കാര്യം. നീ ഒന്ന് പോയി, നീ അതൊക്കെ ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യും. എന്നിട്ട് നീ ഒന്ന് വേഗം കയറി പോയത്. നിന്നെ ഈ വിളിക്കുന്ന ഇത്ര പ്രാവശ്യമായി. ഇത്ര കയറി പോടാ പോടാ. എന്തായാലും നമ്മുടെ ചിമ്മിയെ തേത്തെ അങ്ങ് ഉന്തി തള്ളിയിട്ടു. എന്താ സുഖച്ചായ നെട്ടിയിരിക്കുന്നേ? ഇതൊന്നും ഒന്നുമേയല്ല, ചെറുത് ചെറുത്. ചിമ്മി, ഇവൻ ഇത്രയും നന്നായി കളിക്കുമായിരുന്നോ? ഇതൊക്കെ എന്ത് സുഖച്ചായ, നിങ്ങൾ എന്തിന് നെട്ടണം? ഇനി നെട്ടാനിരിക്കുന്നതല്ലേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് ഭാഗ്യമല്ല. ഇന്നലെ ഞങ്ങൾ എല്ലാവരും സോളോ ആണ് എടുത്തത്, ഗ്രൂപ്പ് എടുത്തിട്ടില്ല. അത് നിങ്ങൾക്ക് നഷ്ടമായിപ്പോയി. ആഹാ, അപ്പം നിങ്ങൾ സാധാരണ ഗ്രൂപ്പാണ് കളിക്കാറ്. പിന്നെന്താ ഇന്നലെ സോളോ ആക്കിയത്? അത് പ്രിൻസി പറഞ്ഞിട്ടാ. ഞങ്ങളോട് സാറ് പറഞ്ഞതാ, എല്ലാ പ്രാവശ്യം ഗ്രൂപ്പല്ലേ ഇന്നലെ സോളോ ആക്കാൻ. സോ ഞങ്ങൾ ഇന്നോട് അങ്ങനെ ആക്കി. ഹോബി, നീ എന്തോ നോക്കി നിൽക്ക? പോയി മാറ്റടാ. അടുത്തത് നിന്റെ പ്രോഗ്രാമാണ്. ഇത് കഴിഞ്ഞാലേ പോയി മാറ്റി നോക്കടാ. ഞാനത് വിട്ടടാ. എന്നാ ഞാൻ പോന്നു. ബൈഡാ. അപ്പം പ്രോഗ്രാം കഴിഞ്ഞ് കാണാം. ബൈ. നല്ല ഭാവി കാണുന്നുണ്ട്. One time for them praying on my downfall. 2 times for the homies in the child hall. 3 times for them on the internet when they really should get out more. 4 times for the days that were all bad. 5 times for the ain't called back. 6 times for the kids like me who got ADHD just to me and Jordan need a couple hearses. Double homicide, kill the beat and the verses. Everybody living on the surface, but we came from the underground. Yeah, we deserve. What's beef? Beef is when you murder motherfuckers on the beat. Kill them all, kill them all. Nah, what's beef? Beef is brothers lying over snow, but never met it in the first place. One time
times for them praying on my downfall. 2 times for them in the South Shore. 3 times for them days on the block getting chased by the cops like a motherfucking outlaw. 4 times for them days that were all bad. 5 times for the who ain't called back. 6 times for the kids like me who got ADHD just to... എൻ്റെ അമ്മ എനിക്ക് വയ്യ, അവരങ്ങ് പൊളിക്കന്നെ. അപ്പോൾ ശരി ഗേസ്, അവരെന്തായാലും പ്രോഗ്രാം കഴിഞ്ഞിട്ടേ വരും. എന്നാൽ ഞാനും പോവാണ്. അപ്പോൾ ബൈ. അങ്ങനെ നമ്മൾ രണ്ടാളും ഒറ്റക്കായി. ഇനി ചിമ്മി എപ്പോഴാടാ വരിക? അവിടെ പ്രോഗ്രാം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതുകൊണ്ട് അവർ ചിലപ്പോൾ ഗ്രീൻ റൂമിലുണ്ടാവും. ഇനി പ്രോഗ്രാം കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത്. ഇപ്പോൾ അവർ വിശ്രമിക്കായിരിക്കും. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോടാ. പറ്റില്ലടാ, പറ്റില്ല. അടുത്തത് എൻ്റെ ബേബിയുടെ പ്രോഗ്രാമാണ്. സോ എനിക്കത് കണ്ടേ പറ്റൂ. You got what I want, it's Sony, yeah. Mithi galan karke tu na ja chhad ke. Hey, I think about it every day. Baby looking like Hana Kazana on a play. Hey, like mithai, like kulfi, rasmalai. Hey, pista barfi, sardiyan vich garmi lagdi. Jad vi tu mere raah vichon chaldi. Yeah, lab vich mere kolo langdi. Throw it back and bubble up in front of me. Everybody tryna figure out your recipe. I'm just tryna get a piece. Baby, I know that you wanna get crazy. Shorty, take it slow, then chitty. Hey, baby, let me see it. ഓ, ഇവൻ എന്നെ വഴിതെറ്റിക്കും ഉറപ്പാണ്. കുക്കി കുറച്ച് ഹാർഡായിനോന്നൊരു ഡൗട്ട് ഇല്ലാതില്ല അല്ലേ? എനിക്ക് തോന്നുന്നു. പോട്ടെ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവര് ഗ്രൗണ്ടിൽ നിൽക്കാം. അരശുകയും നമ്മുടെ കുക്കിച്ചനും. അതന്നെ. എന്താണ് നിനക്ക് പറ്റി? നിന്റെ മുഖം എന്താ വീർപ്പിച്ചിരിക്കുന്നേ? എനിക്കെന്ത്? എനിക്കൊന്നുമില്ല, എനിക്കൊരു പ്രശ്നവുമില്ല. ആഹാ, എല്ലാരും ഇവിടെ നിൽക്കുകയായിരുന്നോ? അല്ല, ഞങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് നിങ്ങളാരും ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നീയും ജേക്കും ഹോബിയും എല്ലാം പൊളിച്ച്. അല്ല, അപ്പൊ എന്റെതെന്താ, നന്നായില്ലായിരുന്നോ? അല്ല, ഞാൻ പറഞ്ഞു കേട്ടില്ലേ? എൻ്റെ പൊന്നത്തെ, നമ്മളത് നന്നായിരുന്നു തന്നെ പറഞ്ഞേ, അല്ലാതെ നന്നായിരുന്നില്ല എന്നല്ല പറഞ്ഞേ. താങ്ക് യു സോ മച്ച്. ശരിയാ, ഇരിക്കട്ടെ. താങ്ക് യു. കുക്കി എന്താ എന്നെ നോക്കാത്തെ? ഞാൻ ചോദിച്ചിട്ട് എന്താ ഉത്തരം പറയാന്? ഇനി എന്നോട് ദേഷ്യത്തിലാണോ? അല്ല കപ്പിൾസേ, ഇനി കല്യാണത്തിന് വെറും 2 ദിവസമേ ഉള്ളൂ. വല്ല ഓർമ്മയുണ്ടാവും? അതെങ്ങനെ ഞാൻ മറക്കേണ്ട ചിമ്മി? അതിനു വേണ്ടി വെയിറ്റിംഗ് ചെയ്യല്ല ഞാൻ. അതെങ്ങനെ മറക്കാനാ ചിമ്മി? അത് ശരിയാ, അതെങ്ങനെ നമ്മുടെ തേത്തത്തെ മറക്കും? അങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മൾ അതിനു വേണ്ടിയല്ലേ വെയിറ്റിംഗ്. നമുക്കൊന്ന് പൊളിക്കണ്ടേ? ശരിയാ, അവർ സെറ്റായതിനോ നമുക്ക് കിട്ടിയില്ല. അപ്പോ ഇത് നമുക്ക് പൊളിക്കാം അങ്ങോട്ട്. കുക്കി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്താ പറ്റിയേ? എന്നോടൊന്നും സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. പക്ഷെ എന്നൊന്നും നോക്കുന്ന പോലുമില്ല. അങ്ങനെ ഇന്ന് ഒരു വീട്ടിൽ തിരിച്ചെത്തിയിട്ടും കുക്കി നമ്മുടെ തേടെ ഒന്നും മിണ്ടിയില്ല. എന്തോ കാര്യമുണ്ടെന്ന് തേക്ക് മനസ്സിലായി. ചോദിച്ചിട്ടത്തെ കുക്കി ഒന്നും പറഞ്ഞില്ല. എന്തോ ഒന്ന് വരാനിരിക്കുന്നുണ്ടെന്ന് നമ്മുടെ തേക്ക് മനസ്സിലായി. അങ്ങനെ കൂടുതലൊന്നും ഞാൻ പറഞ്ഞു കിട്ടുന്നില്ല. ഇനി നമുക്ക് നേരെ അവരുടെ മാരേജിലേക്ക് അങ്ങ് പോവാം.
ഓ കുക്കി കുളിക്കുകയല്ലേ? എന്താ എന്നോട് മിണ്ടാതിരുന്നേ? ഞാൻ മുതലേ എന്നോട് സംസാരിക്കുന്നില്ലല്ലോ. എൻ്റെ മുഖത്ത് പോലും നോക്കിയില്ല. കിടക്കാൻ പോലും വന്നില്ല രാത്രി. എന്താ പറ്റിയേ? അല്ല, ഇങ്ങനെ ഫ്രഷ് ആകാൻ പോയതല്ലേ? എൻ്റെ കുക്കി ഇതെവിടെ പോയി? ഇല്ല, വാഷ്റൂമിൽ സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. ഇനി ഇങ്ങനെ എവിടെ പോയി? പൂളിൽ പോയോ? അതും പറഞ്ഞ് നമ്മുടെ പൂവിൻ്റെ അടുത്തേക്ക് പോയി. ആഹാ, നീ വന്നോ? നീ ഇതുവരെ ഇവിടെ ആയിരുന്നു? ഞാൻ നിന്റെ വരവും കാത്തിരിക്കുകയല്ലായിരുന്നു ഇവിടെ. കുക്കി ഇവിടെ കുളിക്കുമായിരുന്നു. എന്നിട്ട് എന്നോട് പറയാഞ്ഞേ? ഞാൻ കരുതി ബാത്റൂമിലായിരിക്കുമെന്ന്. എൻ്റെ ബേബി കൂടുതൽ ആലോചിക്കണമെന്നില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇങ്ങ് വാ, കുളിക്കാം. നമുക്ക് ഒപ്പരം ഫ്രഷ് ആവാം. എന്താ ഒപ്പരോ? ഇവിടെ വെച്ചോ? ഈ രാത്രിയിലോ? എന്താ കുക്കി പറയുന്നേ? അല്ല, നല്ല കുട്ടിയായിട്ട് ഇങ്ങ് ഇറങ്ങിപ്പോരുന്നോ അതോ ഞാൻ അവിടെ ചെന്നിട്ട് എടുത്തിങ്ങ് കൊണ്ടുവരണോ? ദൈവമേ, എന്തോ ദേഷ്യമുള്ളത് പോലെ ഉണ്ട്. ഈ ഹോബി പറഞ്ഞ പോലെ അങ്ങനെ ഡാൻസ് കളിച്ചിട്ട് തന്നെ ആണോ? എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോബി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തേക്ക്. പിന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല. രാത്രിയല്ലേ, നമ്മുടെ ഡ്രസ്സെല്ലാം അയച്ച് വെള്ളെ പറയാനില്ല അങ്ങ് പുള്ളിലേക്ക് ഇറങ്ങി. ബേബി, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇവിടെ വെച്ചിട്ടാ. ഇന്ന് നമ്മളൊന്ന് ചേഞ്ച് ആകുമ്പോൾ സാധാരണ പെട്ടല്ലേ, ഇന്നത്തെ പ്ലഷർ നമുക്ക് പൂളിലാക്കാം. എന്താ? ഓക്കെ, ഇവിടുന്നോ? അത് It's Daddy, baby. Ah.